മൂന്നാറിന് കിട്ടിയ ട്രോഫി കൊണ്ട് നാട്ടിലോട്ട് തിരിച്ചു പോവാ എറണാകുളത്തോട്ട്. അവിടുത്തെ ഷോറൂമിൽ കയറ്റാന്നാണ് വിചാരിക്കുന്നത്. ഇവിടുത്തെ ഷോറൂമിൽ കയറ്റി കഴിഞ്ഞാൽ ഒത്തിരി താമസം എടുക്കും സാധനങ്ങൾ വരാനും കിട്ടാനും. അതുകൊണ്ട് പതുക്കെ ഇവിടെ പോലീസ് സ്റ്റേഷനിലും അക്ഷയിലും കാര്യങ്ങളിലെല്ലാം പോയി ഫുള്ള് ലീഗലിയുള്ള കാര്യങ്ങൾ മൊത്തം. ഹലോ ഗൈസ്, സ്വാതന്ത്ര്യദിനമൊക്കെ ആയിട്ട് എന്താണ് പരിപാടി? എനിക്ക് രാവിലെ 6 മണിയായപ്പോൾ ഞാൻ ഇറങ്ങിയതാണ്. എനിക്ക് നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്ട് കളക്ടർ ഒരു ഓട്ടം ഉണ്ടായിരുന്നു, ഒരു ട്രിപ്പ് ഇടുക്കി വരെ പോകാൻ വേണ്ടി. അവരൊരു ഫാമിലിയാണെന്ന് തോന്നുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ 6 മണിയാകുമ്പം റീച്ച് ആവുമെന്ന് പറഞ്ഞതാണ് വൈറ്റിലായാലും. പക്ഷേ എത്തിയിട്ടില്ലായിരുന്നു. അവരെത്തിയപ്പോൾ ഒരു ടൈമായി. മഴയുടെ എന്തോ സൗണ്ടായിരിക്കുന്നു. പക്ഷെ മഴയൊന്നും ഇവിടെ പെയ്യുന്നൊന്നുമില്ല വലുതായിട്ട്. ചെറിയൊരു ചാറ്റൽ മാത്രമേ പെയ്യുന്നു. പക്ഷേ സൗണ്ട് ഒരു രക്ഷയില്ലല്ലോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. ദോശ, സാമ്പാർ, ചട്നി. അടിപൊളി സാമ്പാർ, അടിപൊളിയില്ല. മഴയുണ്ട് മച്ചാനെ. രാത്രി പറഞ്ഞില്ലേ ഭയങ്കര സൗണ്ടായിരുന്നു. അത് ഈ കാറ്റാ. എൻ്റെ ദൈവം, ഇതിൻ്റെ ചുഴലിയൊന്നുമല്ല, നോർമൽ ഇവിടുത്തെ കാറ്റായിരിക്കും. താഴ്വാരം പോലെ കിടക്കുന്ന സൈഡിലല്ലേ, മലയുടെ സൈഡായതുകൊണ്ട് നല്ല കാറ്റായിരിക്കും ഇവിടെ. മഴ കുറവാണ്, കാറ്റ് ഭയങ്കരമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് എന്തൊരു അടിപൊളിയാ. എന്തൊക്കെയോ പൂക്കളൊക്കെ ഉണ്ട്. സർ ഓക്കെ, ഡൺ സർ. Wow, so good. തേയിലയുടെ ഒരു കുളുന്ത് പിടിച്ചതാണ്. കളല്ല, ശാനമാണ് തേയിലയായിട്ട് യൂസ് ചെയ്യുന്നത്. സംഭവം ഒരു സാധനത്തിനെ ഞാൻ കണ്ടു, പക്ഷെ പാമ്പൊന്നുമല്ല, ഓന്താണെന്ന് തോന്നുന്നു. തകരമുള്ള ഒരു ഹാഫ് ആൻ അവർ കഴിയുകയാണ്. ഇനി ഒരു അരമണിക്കൂർ കഴിയും ഇവർ വരാൻ. ചുമ്മാ അതൊന്ന് എന്തായാലും എൻ്റെ ഇതിൻ്റെ അകത്ത് കയറത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അട്ട കാണാൻ പോലും പറ്റത്തില്ല. അട്ട മാത്രമേ ഉള്ളൂ. ഇനി വല്ല പുലിയുണ്ടോ എന്ന് ദൈവത്തിനറിയാം. ഏലമുണ്ട് നിറച്ചും. വേറെ പ്രോപ്പർട്ടിയാണ്. ഗൈസ്, എന്തോ ആയാലും നടക്കാൻ തീരുമാനിച്ചു, നടന്നു, ഇവിടെ വരെ എത്തി. ഇതെന്ത് പുല്ലാ. ഓയ് ഓയ് ഓയ്, വാവ്. റിസോർട്ട് അടിപൊളി വ്യൂ ആണ്, ഒന്നും പറയാനില്ല. ഇച്ചിരി കഷ്ടമാണ് ഇവിടെ വരെ എത്തിപ്പെടുന്നത്. മൊത്തം ഓട നിറഞ്ഞ് അവിടെ എല്ലാം മലകളുണ്ടായിരുന്നു. മല മൊത്തം പോയി, ഒന്നും കാണാൻ പറ്റുന്നില്ല. താഴേന്ന് ഓട കയറി വരുന്നത്. ഇത് പ്രകൃതിയുടെ ഭംഗി തന്നെയാണ്. അയ്യോ,
ഡിഫൻഡർ അടിപൊളിയായില്ലയോ? ഇപ്പം ഈ ബ്ലാക്ക് പെയിന്റ് അടിച്ചതാ. என்னாச்சு? जाएगा ടോർക്ക് കൂടുതൽ. ഇത് താറനല്ലേ? കമാൻഡർ. ഇതിലെ പ്രൈവറ്റ് വണ്ടികളൊന്നും കയറ്റി എടുത്തില്ലല്ലോ. കയറ്റി വിടത്തുള്ളൂ. അലോടല്ല നമ്മുടെ പ്രൈവറ്റ് ഫോർച്യൂണർ लेकिन बहुत अच्छा व्यू होगा वो ऊपर से. चलो രാവിലെ ഇറങ്ങാൻ പോകും. പക്ഷേ രാവിലെ ഒരാൾ വന്ന് വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. ഇപ്പോഴാണ് കണ്ടത്. ഇങ്ങനെ ഇടയ്ക്ക് വിടുക. വണ്ടിക്ക് പടി കിട്ടി കഴിച്ച് രാവിലെ ഇറങ്ങിയത്. ആ വണ്ടി കൊണ്ടൊന്ന് നേരെ ഇടിച്ചു. ലേ മൗണ്ടൻ റിസോർട്ടിലെ വണ്ടിയാണ്. പക്ഷേ കുഴപ്പമില്ല, നല്ല കോപ്പറേറ്റീവാണ്. ആൾക്കാരെല്ലാം നല്ലോണം സംസാരിക്കുന്നവരാണ്. അത്യാവശ്യം നല്ല പണിയുണ്ട്. മൂന്നാറിന്ന് കിട്ടിയ ട്രോഫി കൊണ്ട് നാട്ടിലോട്ട് തിരിച്ചു പോവാ, എറണാകുളത്തോട്ട്. അവിടുത്തെ ഷോറൂമിൽ കയറ്റാന്നാണ് വിചാരിക്കുന്നത്. ഇവിടുത്തെ ഷോറൂമിൽ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി താമസം എടുക്കും സാധനങ്ങൾ വരാനും കിട്ടാനും. അതുകൊണ്ട് പതുക്കെ ഇവിടെ പോലീസ് സ്റ്റേഷനിലും അക്ഷയയിലും കാര്യങ്ങളിലെല്ലാം പോയി ഫുൾ ഇല്ലീഗലിയുള്ള കാര്യങ്ങൾ മൊത്തം ചെയ്തു. ഒരു അവരുടെ കയ്യിലെ തെറ്റായതുകൊണ്ട് നമുക്കൊരു 10,000 രൂപയും കിട്ടി. പക്ഷേ അത് ഒരു ബെനിഫിറ്റ് അല്ല. അത് കൂടുതൽ റേറ്റ് ആവും. ഈ സാധനങ്ങളെല്ലാം മാറുമ്പോൾ 10,000-40,000 രൂപയുടെ പണി എന്തോ ആയാലും ഉണ്ട്. അപ്പോൾ ബാക്കി എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ലേ മൗണ്ട് ഫോർട്ട് എന്ന് പറഞ്ഞിട്ട് വലിയൊരു റിസോർട്ടാണ്, വലിയൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, പേടിക്കാൻ വേണ്ടിയിട്ടൊന്നും എനിക്ക് പേടിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലാതെ പറയാം. പക്ഷേ വണ്ടിക്ക് പറ്റിയത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ടാസ്ക് എനിക്ക് കിട്ടുന്നത്.
ചെറുതൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ കേസ് കൊടുക്കുക, മാക്സിമം അവരുടെ കയ്യിൽ നിന്ന് പോലീസുകാരെ സംസാരിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ തെറ്റില്ലാതെ അവരുടെ കയ്യിലെ തെറ്റുകൊണ്ടിട്ട് വന്ന് കയറുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ ക്ലെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിനുള്ളതാണ്. പക്ഷെ അതിൻ്റെ അകത്ത് എക്സ്ട്രാ നമ്മളിപ്പോൾ ഈ ഒരു ക്ലെയിം ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഈ ഒരു വർഷം ഇനി വേറൊരു ക്ലെയിം കിട്ടത്തില്ല. കിട്ടുകയാണെങ്കിലും അത് വലിയൊരു എമൗണ്ടിൻ്റെ ഉള്ള സാധനം വരുവാണെന്നുണ്ടെങ്കിൽ കിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അത് കൺഫേം ഞാൻ പറയുന്നില്ല കേട്ടോ, അറിഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ ജോലിക്ക് കയറിയപ്പോഴാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലെ തെറ്റല്ലെങ്കിലും മാക്സിമം പൈസ മേടിച്ച് തരാൻ പറ്റുന്നത് നമ്മൾ പൈസ ആയിട്ട് സെറ്റിൽ ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടാണ് ഞാനിവിടെ ജോലിക്ക് കയറിയത്.